السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لن تنالوا البر حتى تنفقوا مما تحبون. عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قال: إذا مات الإنسان انقطع عنه عمله إلا من ثلاث إلا من صدقة جارية أو كما قال عليه الصلاة والسلام. പ്രിയമുള്ളവരെ, ദീനുൽ ഇസ്ലാമിലെ ധർമ്മനിരകളിൽ സുപ്രധാന കർമ്മമാണ് വഖഫ് എന്നുള്ളത്. എന്താണ് വഖഫ്? മൂലവസ്തുവെ എല്ലാവിധ വിനിമയങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തി അതിൻ്റെ പ്രയോജനങ്ങൾ അനുവദനീയമായ മാർഗങ്ങളിലൂടെ വ്യയം ചെയ്യാനായി ദാനം ചെയ്യുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രേരിപ്പിക്കുകയും തൻ്റെ പ്രീതി നേടാനുള്ള പുണ്യകർമ്മമായി പഠിപ്പിക്കുകയും ചെയ്ത ഒന്നാണ് വഖഫ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾക്ക് പ്രിയങ്കരമായതിൽ നിന്നും നിങ്ങൾ ചെലവഴിക്കുന്നതുവരെയും നിങ്ങൾ പുണ്യം നേടുകയില്ല എന്ന അള്ളാഹുവിൻ്റെ ആഹ്വാനം സഹാബാക്കൾ വരുത്തി തീർത്തത് അവർ വഖഫിലൂടെയാണ്. വഖഫിന്റെ മഹത്വത്തിന്റെ വ്യാപ്തി കുറിക്കുന്ന പ്രവാചക വചനങ്ങൾ ഒട്ടനവധിയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി: ഇദാ മാതൽ ഇൻസാനു ഇൻഖതഅ അൻഹു അമലു. ഒരു മനുഷ്യന്റെ മരണത്തോടെ അവന്റെ കർമ്മങ്ങളെല്ലാം നിലച്ചു പോകും. ഇല്ലാ മിൻ സലാസ്, മൂന്ന് കാര്യങ്ങളിലൊഴികെ. അതിലൊന്നാമതായി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി ഇല്ലാ മിൻ സദഖത്തിൻ ജാരിയ, ജാരിയായ സ്വതക്കയൊഴികെ, അഥവാ സ്ഥിരമായി നിലനിൽക്കുന്ന ദാനം. ഇവിടെ സ്വതഖത്തുൻ ജാരിയ എന്നതിന് വിവക്ഷയായി പണ്ഡിത ലോകം വഖഫ് എന്നാണ് വ്യക്തമാക്കിയത്. പ്രവാചക കാലം മുതൽ നാളിതുവരെയും മുസ്ലിമീങ്ങളുടെ കൂടെ തന്നെ നിരവധി വഖഫ് സ്വത്തുക്കൾ നിലനിൽപ്പുണ്ട്. അപ്രകാരം തന്നെ ഇന്ത്യയിലും നിരവധി സ്വത്തുക്കളുണ്ട്. അവയുടെ സംരക്ഷണത്തിന് ആവശ്യമായ നിയമങ്ങൾ വിവിധ ഘട്ടങ്ങളിലായി ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുമുണ്ട്. 1954 ആദ്യമായി വഖഫ് ബിൽ പാസാക്കിയത്. മുസ്ലിമീങ്ങൾ തന്നെയായിരുന്നു അവകൾ കൈകാര്യം ചെയ്തിരുന്നത്. എന്നാൽ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ വഖഫിൻ്റെ ആത്മാവിനെ വിസ്മരിക്കാൻ തുടങ്ങി. അധികാര ലഹരിയിൽ മതിമറന്ന് വെറുപ്പിൻ്റെ രാഷ്ട്രീയം പരത്തുന്ന ഗൂഢശക്തികൾ ഭരണത്തിൽ വന്നതോടെ അവർ വഖഫ് സ്വത്തുക്കളിൽ കൈവക്കാൻ തുടങ്ങി. ഇതര മതവിഭാഗങ്ങളുടെയോ ന്യൂനപക്ഷങ്ങളുടെയോ സ്വത്തുക്കളൊന്നും സ്പർശിക്കാതെ മുസ്ലിമീങ്ങളെ മാത്രം നാട്ടക്കുറികളാക്കി വഖഫ് എന്ന സമ്പ്രദായത്തെ തന്നെ വേരറുക്കാൻ അവർ പുതിയൊരു ഭേദഗതി വഖഫ് ബിൽ പാസാക്കിയിരിക്കുകയാണ്. അതിലെ മുഴുവൻ നിയമങ്ങളും വ്യവസ്ഥകളും അക്രമവും അനീതിയും നിറഞ്ഞതാണ് എന്ന് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. പുതിയ നിയമപ്രകാരം അനുസരിച്ച് വഖഫ് സ്വത്തുക്കൾക്ക് ഡോക്യുമെന്ററി എവിഡൻസ് അഥവാ രേഖകൾ, പബ്ലിക് നോട്ടീസ്, സാക്ഷി, ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകൾ തുടങ്ങിയ കാര്യങ്ങൾ നിർബന്ധമാക്കി. ഈയൊരു വ്യവസ്ഥ പഴയ സ്വത്തുക്കൾക്ക് അസാധ്യമാണ്. കാരണം ഭൂരിഭാഗം സ്വത്തുക്കൾ പഴയ കാലത്ത് വാക്കാൽ അല്ലെങ്കിൽ സാക്ഷികളുടെ മാത്രമേ സ്ഥാപിച്ചിട്ടുള്ളൂ. അതിനാൽ നൂറുകണക്കിന് പഴയ വഖഫുകൾ തെളിവില്ല എന്ന് പറഞ്ഞ് റദ്ദാക്കാനുള്ള സാധ്യതയുണ്ട്. പുതിയ നിയമപ്രകാരം ട്രൈബ്യൂണലിൽ കുറവ് വരുത്തിയിരിക്കുകയാണ്. അതായത് മുമ്പ് ട്രൈബ്യൂണലിൽ മതപരമായ അറിവുള്ള അംഗങ്ങളുണ്ടായിരുന്നു. എന്നാൽ മതവിദഗ്ധരുടെ പങ്കിൽ കുറവ് വരുത്തിക്കൊണ്ടുള്ളതാണ് പുതിയ ഭേദഗതി. അതായത് ഒരു ജഡ്ജ്, ഒരു സിവിൽ ഓഫീസർ, ഒരു മതവിദഗ്ധൻ എന്ന നിലയിൽ ചുരുക്കി. എന്ന് മാത്രമല്ല, വിദഗ്ധൻ സർക്കാർ തീരുമാനിക്കുന്ന ആളായിരിക്കും.
ഇതിലൂടെ വഖഫ് സ്വത്തിൻ്റെ വിഷയത്തിൽ മതപരമായ അറിവില്ലാത്ത അവബോധമില്ലാത്ത തീരുമാനങ്ങൾ ഉണ്ടാകാൻ കാരണമായി തീരും. വഖഫായി രേഖപ്പെടുത്തിയ സ്വത്തിന് തെറ്റാണെങ്കിൽ സ്വത്തിൻ്റെ അവകാശവാദം ചോദിക്കാൻ സൗകര്യം ചെയ്തിരിക്കുകയാണ്. ഇത് മുഖേന വർഷങ്ങളായി മുസ്ലിം സമൂഹം ഉപയോഗിച്ചു വരുന്ന മസ്ജിദുകൾ, മഖബറകൾ, മദ്രസകൾ എന്നിവയുടെ എല്ലാം ഉടമസ്ഥാവകാശം തെളിയിക്കേണ്ടി വരും. ഇതും വളരെ അസാധ്യമായ കാര്യമാണ്. മാത്രമല്ല, വഖഫ് എന്ന പദത്തിൻ്റെ പരിധിയിൽ അവർ ചുരുക്കിയിരിക്കുകയാണ്. അതായത് പൊതുവെ വഖഫ് എന്ന് പറയുമ്പോൾ എല്ലാ മതദാനങ്ങളും ഉൾപ്പെടുത്താമായിരുന്നു. എന്നാൽ പുതിയ നിയമത്തിൽ വഖഫ് എന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളുടെ ദാനം മാത്രം ഉൾപ്പെടുകയുള്ളൂ. പുതിയ നിയമപ്രകാരം സർക്കാരിന് സെൻട്രൽ ഗവൺമെൻറ് കൂടുതൽ നിയന്ത്രണാധികാരം നൽകിയിരിക്കുകയാണ്. അതായത് വഖഫ് ബോർഡിൻ്റെ സംരക്ഷണം, ട്രൈബ്യൂണലിലെ നിയമനം, ഡിജിറ്റൽ രേഖകൾ തുടങ്ങിയ കാര്യങ്ങളിൽ സർക്കാരിന് കൂടുതൽ നിയന്ത്രണം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ സ്വതന്ത്ര വഖഫ് ബോർഡുകൾക്കുള്ള സ്വയംഭരണ സ്വാതന്ത്ര്യം കുറയുകയാണ്. അപ്രകാരം തന്നെ ഒരാൾക്ക് വഖഫ് ചെയ്യണമെങ്കിൽ അയാൾ 5 വർഷം പ്രായോഗികമായ മുസ്ലിമായി ജീവിച്ചിരിക്കണം. ഇതും വലിയ അക്രമപരമായ ഒരു വ്യവസ്ഥയാണ്. കാരണം ഇതിലൂടെ അവർ ഉദ്ദേശിക്കുന്നത് ഒരു പുതു മുസ്ലിമിൻ്റെയും അമുസ്ലിമുകളുടെയും വഖഫുകളെ ബഹിഷ്കരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത്തരത്തിൽ സത്യവും നീതിയും തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഭേദഗതികൾ കൂട്ടിച്ചേർത്താണ് പുതിയ ബിൽ പാസ്സാക്കിയിരിക്കുന്നത്. വഖഫ് വിച്ഛേദനത്തിനാണ് ഈ ഭേദഗതികളെല്ലാം വഴിയൊരുക്കുന്നത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വചനം എത്രയോ ഗൗരവമായതാണ് എന്ന് നാം ചിന്തിക്കണം. മൻ ളലമ ഖീദ ശിബ്രിൻ മിനൽ അർള് തൗവഖഹുല്ലാഹു ബിഹി മിൻ സബ്ഇ അർളീൻ. ആരെങ്കിലും ഒരു ചാൺ നീളമുള്ള ഭൂമിയോളം ആരെങ്കിലും അന്യായമായി അവകാശപ്പെടുത്തിയാൽ തൗവഖഹുല്ലാഹു ബിഹി മിൻ സബ്ഇ അർളീൻ, 7 ഭൂമിയോളം നീളം വരുന്ന ചങ്ങലയെ അവന് കെട്ടിക്കൊടുക്കുന്നതാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയമുള്ളവരെ, അതുകൊണ്ട് ഇത്തരം കവർച്ചകൾക്കെതിരെ നാം മൗനം പാലിക്കുകയല്ല വേണ്ടത്, ശബ്ദമുയർത്തുക തന്നെ വേണം. അതുകൊണ്ട് വഖഫ് സ്വത്തുകൾക്കുമായുള്ള ബന്ധത്തിൽ സജീവമായി പ്രവർത്തിക്കുവാൻ, വിശിഷ്ട മസ്ജിദുകളുമായുള്ള ബന്ധം സജീവമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിനീതൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.